ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നാട്ടുമ്പുറങ്ങളിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇവിടെ UAE-യിൽ ഇത് അപൂർവമായിട്ട് കിട്ടുള്ളൂ. ഇതാണ് ആ സാധനം. ഇതെന്താന്ന് മനസ്സിലായോ? ഇതാണ് മുരിങ്ങയുടെ പൂവ്. മുരിങ്ങയുടെ ഇലയോളം തന്നെ ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ മുരിങ്ങയുടെ പൂവും. ഇത് പരിപ്പ് കൂട്ടിയിട്ട് കറി വെച്ചിട്ടും കഴിക്കാം. പക്ഷെ ഞാനിന്നിവിടെ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോണത്. മുരിങ്ങപ്പൂവ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ചിലപ്പോൾ പുഴുവൊക്കെ കാണാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നന്നായി നോക്കിയിട്ട് വേണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാൻ. ഇനി അടുത്തതായിട്ട് നമ്മൾ സാധാരണ ഉപ്പേരിയിലേക്ക് എടുക്കണ പോലെ ഒരു സവോള അരിഞ്ഞതും കുറച്ച് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എന്താ അങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കേണ്ട, ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. സവോളയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമുളകൊന്നാട് മാറിക്കോട്ടെ. സവാള ഒരുപാട് ബ്രൗൺ കളർ ആവണ വരെ വഴറ്റൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പേരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രം മതി. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സായി വന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങപ്പൂവ് ചേർക്കാം. ഇവിടെ UAE-യിൽ മുരിങ്ങയുടെ ഇലയൊക്കെ പാക്ക് ചെയ്തിട്ട് വരാറുണ്ട് കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ. പക്ഷെ ഞാനിതുവരെ ഈ മുരിങ്ങയുടെ പൂവൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അവർ താമസിക്കുന്ന വില്ലേന്ന് പൊട്ടിച്ചു കൊടുത്തതാ. ഒരുപാട് ഇലയും പൂവും ഒക്കെ ഉണ്ടായിരുന്നു. മുരിങ്ങയുടെ പൂവ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കണമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പെറുക്കിയെടുത്ത് മാറ്റി വെച്ചതാ. ഇതൊക്കെ അപൂർവമായിട്ട് കിട്ടണതല്ലേ, അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാം പെറുക്കിയെടുത്ത് വെച്ചു. ഇപ്പം മുരിങ്ങപ്പൂവ് എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ, അടച്ചു വെച്ചിട്ട് ആവിയിലാണ് വേവിച്ചെടുക്കണത്. അപ്പം നമുക്ക് ചട്ടി ഒന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ നമ്മളെ മുരിങ്ങപ്പൂവ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ പകുതിയായി മാറി. ഇനി ചിരകി വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ചിലരൊക്കെ ഈ തേങ്ങയുടെ കൂടെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് ചതച്ചിട്ട് അങ്ങനെ ചേർക്കാറുണ്ട്. അങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ ഞാനിന്ന് അങ്ങനെയൊന്നും ചെയ്യണില്ല. ഞാനിന്ന് വെറുതെ തേങ്ങ അങ്ങനെ ചിരവി ഇടണേ ഉള്ളൂ. ഇപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുരിങ്ങപ്പൂവിൻ്റെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലിങ്ങനെ തോരൻ, മെഴുക്കുവരട്ടി അങ്ങനെ വെവ്വേറെ പേരൊന്നുമില്ല കേട്ടോ, എല്ലാതും ഉപ്പേരി തന്നെ. നിങ്ങൾ ആരൊക്കെ ഇതുപോലെ മുരിങ്ങപ്പൂവ് ഉപ്പേരി വെച്ച് കഴിച്ചിട്ടുണ്ടെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. ഇനി ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ എപ്പോഴെങ്കിലും മുരിങ്ങപ്പൂവ് കിട്ടിയ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ സിമ്പിളാണ്, 5 മിനിറ്റ് മതി ഉണ്ടാക്കാൻ, എന്നാലോ അടിപൊളി ടേസ്റ്റുമാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.